നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനൂപിന്റെ ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ചേച്ചി മനസ്സിൽ കണ്ട പ്ലാൻ? വഴിയരികിലെ എന്തോ കണ്ട അർച്ചനയെ വിളിച്ചു പറഞ്ഞെന്നും അത് കേട്ട് അർച്ചന തിരികെ വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നും അല്ലേ ചേച്ചി പറഞ്ഞത്? ഇതിപ്പോ അർച്ചന വന്നത് അവളുടെ ഏട്ടൻ വണ്ടിയിൽ നിന്ന് വീണതുകൊണ്ടല്ലേ? അതെ, അനൂപ് വണ്ടിയിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ അർച്ചന തിരികെ വന്നത്. വീഴ്ത്തിയത് ഈ അവന്തികയുടെ ആളുകൾ. നീ എന്ത് കരുതി ഇതൊന്നും ഞാൻ അറിയാതെ നടന്ന കാര്യങ്ങളാണെന്നോ? അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് അനൂപിന്റെ ആക്സിഡന്റ് ചേച്ചി ക്രിയേറ്റ് ചെയ്തതാണെന്നാണോ? അനൂപിന്റെ ആക്സിഡന്റ് അവന്തിക ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് തന്നെയാ. സച്ചിയോടൊപ്പമുള്ള അവളുടെ ആഘോഷങ്ങൾ ആഘാതമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞിട്ട് എന്റെ ആളുകൾ നടത്തിയ ഒരു കുഞ്ഞു ഡ്രാമ. എന്ന് പറഞ്ഞോ ചേച്ചിയാണോ കാറിൽ വന്ന് അനൂപിന്റെ വണ്ടിയിൽ ഇടിച്ചത്? ശരിക്കും പറഞ്ഞാ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവന് ഇടിച്ച് തെറിപ്പിക്കണം എന്ന്. അങ്ങനെയായിരുന്നു അന്നിവിടെ കയറി വന്നവന്റെ പെർഫോമൻസ്. ഞാനായിട്ട് ഇതിനിറങ്ങിയ ഇടിച്ച് തെറിപ്പിക്കൽ മാത്രമല്ല, അവന്റെ നെഞ്ചിക്കൂടെ കയറ്റി ഇറക്കുകയും ചെയ്തേനെ. കൊല്ലാനുള്ള വൃന്ദാവനം വീട്ടിലെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അർച്ചനയുടേതായതുകൊണ്ട് അനൂപിനുള്ള മരണശിക്ഷയിൽ ചെറിയൊരു ഇളവ് കൊടുത്തു. എങ്ങനെയും അർച്ചന തിരികെ ഇവിടെ എത്തിക്കണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒന്ന് പേടിപ്പിച്ചു വിട്ടുന്നേ ഉള്ളൂ. എനിക്കെന്തോ അവൻ ചോര വാർന്നു കിടക്കുന്ന കണ്ടപ്പോ ഒരു സന്തോഷം. അത് ചിലപ്പോ അർച്ചനയുടെ ചോര ആയതുകൊണ്ടാവും. ഒരിക്കലും ഇതിനു പിന്നിൽ ഞാനാണെന്ന് അവൾക്ക് ഊഹം പോലും കിട്ടില്ല. ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചാലേ അവക്കും വേദനിക്കും. അർച്ചന എനിക്ക് ഈ വീട്ടിൽ വേണം. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്റെ ശത്രുവായി എന്റെ എതിര് നിന്ന് എന്നെ ഓർമ്മിപ്പിക്കണം. അവള് മുന്നിൽ കിടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം. ഇനി അങ്ങോട്ട് ഓരോന്നും കണ്ട് മരവിച്ച് നിൽക്കാനേ അർച്ചനയ്ക്ക് കഴിയും. അതിനെ ഞാൻ സമ്മതിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.